സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിസന്ധിയിലായി സംസ്ഥാന സർക്കാർ. CPIയും വനം വകുപ്പും എതിർപ്പ് ശക്തമാക്കുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി സ്വന്തം പേരിൽ നടപ്പിലാക്കാനുള്ള നീക്കത്തിനാണ് തിരിച്ചടിയേറ്റത്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരം ഒരു ഏർപ്പാടാണ് കേന്ദ്ര പദ്ധതികളെ സ്വന്തം പേരിലാക്കി ഫ്ലെക്സ് അടിച്ചു പോലും പൊതുസ്ഥലത്ത് വയ്ക്കുന്ന ഒരു ട്രെൻഡ് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പലയിടത്തും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് വീണ്ടും തുടർന്നു വരികയാണ്. പക്ഷേ ഈ സീപ്ലെയിൻ പദ്ധതി ഇപ്പോൾ നിലവിൽ എവിടെ എത്തി നിൽക്കുകയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? സീപ്ലെയിൻ പദ്ധതി ആദ്യമായി കേരളത്തിൽ വരുന്നത് 2013 അന്ന് വളരെ കാര്യക്ഷമമായി സമരം ചെയ്ത് CPM-ഉം ഇടതുപക്ഷ സംഘടനകളും കൂടി ആ പദ്ധതി പൂർണ്ണമായും പൂട്ടിച്ചു എന്ന് വേണം പറയാൻ. അന്ന് മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇടയ്ക്ക് വിട്ട് കായലിൽ വള്ളവും വലയും ഒക്കെ വിരിച്ചുള്ള വലിയ പ്രതിഷേധങ്ങളും ഒക്കെ നടന്നതാണ്. എന്തായാലും ഇത്ര വർഷത്തിന് ശേഷം വീണ്ടും കേരളത്തിൽ ഈ പദ്ധതി വരുമ്പോൾ ഈ പദ്ധതിക്ക് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നവകേരളത്തിൻ്റെ പുതിയ ടൂറിസം സാധ്യതകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതി എന്ന രീതിയിലൊക്കെയാണ് വലിയ കുട്ടിഘോഷങ്ങളോട് അവതരിപ്പിച്ചത്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു കേന്ദ്ര പദ്ധതിയാണ് എന്നുള്ളതാണ്. കേന്ദ്ര പദ്ധതി എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുമ്പോൾ ഈ ഹ്രസ്വദൂര വിമാനയാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സീപ്ലെയിൻ പദ്ധതി വരുന്നത്. കേരളത്തിൽ മാത്രമല്ല, നേരത്തെ ആന്ധ്രാപ്രദേശിലുമൊക്കെ ഈ രീതിയിലുള്ള പദ്ധതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു. അതിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി അടക്കം പങ്കെടുത്തിരുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ആ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമായി നവകേരള വിമാനമായിട്ടൊക്കെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്തായാലും ആ പദ്ധതിയുടെ ഭാഗമായി പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിന് പേരെടുക്കാനുള്ള ഒരു നീക്കമായി ഈ പദ്ധതി കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ സർക്കാരിന് ആദ്യം തന്നെ അതിൽ കല്ലുകടിയായത് CPIയുടെ അടക്കമുള്ള നിലപാടുകളാണ്. പിന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി സംഘടനകളും വലിയ വിമർശനങ്ങൾ ഉയർത്തി. 2013 അന്ന് ഈ കായലിലെയൊക്കെ മത്സ്യസമ്പത്തിനും കക്ക വാരുന്ന തൊഴിലാളികളുടെ ഒക്കെ ഉപജീവന മാർഗങ്ങൾക്ക് ഭീഷണിയാകും എന്ന് കാട്ടിയായിരുന്നു CPM വലിയ രീതിയിലുള്ള ഒരു വികസന വിരോധപരമായ നിലപാട് സ്വീകരിച്ചതെന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അന്ന് മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇളക്കിവിടുന്ന സാഹചര്യമുണ്ടായി. സ്ത്രീകളടക്കമുള്ളവർ വലിയ പ്രതിഷേധങ്ങളുമായൊക്കെ രംഗത്തെത്തി. അപ്പോൾ എന്താണ് മാറ്റം വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ CPM-ന്റെ അനുകൂലമായിട്ടുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളടക്കം ചോദിക്കുന്നത്. അതോടൊപ്പം CPIയും കർശനമായ നിലപാട് സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് 2013 സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറ്റമുണ്ടാകാൻ എന്താണ് കാരണം എന്നുള്ളതാണ് CPI ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഇത് LDF-ൽ ചർച്ച ചെയ്തിട്ട് മതി സീപ്ലെയിൻ്റെ കാര്യത്തിൽ തീരുമാനം എന്നുള്ള ശക്തമായ നിലപാട് CPI സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം CPIയുടെ തൊഴിലാളി സംഘടനയായ CITU ഈ സീപ്ലെയിനെതിരെ ഇപ്പോൾ ഒപ്പുശേഖരണം അടക്കം തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ സമരം, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ AITUC ശക്തമായ സമരത്തിലേക്ക് പോകാനുള്ള നീക്കവുമായി നിൽക്കുകയാണ്. എന്തായാലും സർക്കാർ നേരത്തെ, പ്രത്യേകിച്ച് ഇടതുപക്ഷം നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ സർക്കാരിനെ തിരിച്ചു കൊത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് 2013 ചെയ്ത സമരം ചെയ്തതിന് പറഞ്ഞ കാരണങ്ങൾ, അന്ന് ഈ പദ്ധതി മുടക്കാൻ പറഞ്ഞ മറ്റ് കാരണങ്ങൾ, ഇവയൊക്കെ തിരിച്ചടിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വനം വകുപ്പിൻ്റെ ഒരു എതിർപ്പും സീപ്ലെയിൻ പദ്ധതിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാട്ടുപ്പെട്ടി ഡാമിൽ ഈ പറയുന്ന രീതിയിൽ വിമാനം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ പ്രദേശത്തെ ആനത്താരയും അതോടൊപ്പം തന്നെ ഈ വിമാനത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ ശബ്ദവുമൊക്കെ വന്യമൃഗങ്ങളെ കൂടുതലായി ജനവാസ മേഖലയോട് അടുപ്പിച്ചുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ മൃഗ സംഘർഷത്തിനുള്ള സാധ്യതകൾ കൂടും എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. അങ്ങനെ എവിടെ തൊട്ടാലും സർക്കാർ ആകെ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരു കേന്ദ്ര പദ്ധതി, അത് കേരള സർക്കാരിൻ്റെ സ്വന്തം പദ്ധതിയെ അവതരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി ടൂറിസം വകുപ്പിന് പേരെടുക്കാനായിരുന്നു നീക്കം. നേരത്തെ ഈ മത്സ്യത്തൊഴിലാളികളെ പ്രശ്നങ്ങൾ, അവരുടെ ആശങ്കകൾ വരുന്ന സമയത്ത് ഡാമിൽ നിന്ന് ഡാമിലേക്ക് സർവീസ് നടത്തുമെന്നൊക്കെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞെങ്കിലും അതും ഇപ്പോൾ ഈ പ്രതിഷേധം ഉയർത്തുന്ന സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും സർക്കാർ ആകെ പെട്ടു നിൽക്കുകയാണ് വിനോദ്. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രഖ്യാപിച്ചു, ഒരു പരീക്ഷണ പറക്കൽ നടത്തി, പ്രാഥമികമായ നടപടിക്രമങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് CPIയുടെ എതിർപ്പുണ്ടെങ്കിൽ ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ അടുത്ത LDF യോഗത്തിലും CPIയെ കൺവിൻസ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ ഈ പദ്ധതി നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഇത് ഈ ഒരു പരീക്ഷണ പറക്കലിനപ്പുറത്തേക്ക് കാര്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിൽ സാധ്യതയില്ല. എന്തായാലും CPM-ന് പ്രത്യേകിച്ച് സ്വന്തം ഘടകകക്ഷിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ അനുകൂലമായി നിൽക്കുന്ന മത്സ്യത്തൊഴിലാളി സംഘടനകളെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബാക്കിയാക്കുന്ന ചോദ്യം. വിനോദ്, തീർച്ചയായും മുരളീധരൻ P എന്നുള്ള പ്രേക്ഷകനും പറയുന്നുണ്ട്, പ്രജിത്ത്, ഇത് ഇനിയിപ്പോൾ സീപ്ലെയിൻ പദ്ധതി നിർത്തിയാലും സർക്കാരിന് ഒരു ചുക്കുമില്ല, കാരണം കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞല്ലോ എന്നാണ് പ്രേക്ഷകരും പ്രതികരിക്കുന്നത്.